ഗുഡ് മോർണിംഗ്. അപ്പോൾ കൊല്ലൂരിലെ വിശദമായിട്ടുള്ള കാഴ്ചകൾക്ക് ശേഷം കൊല്ലൂർ കുടജാദ്രിൻ്റെ എപ്പിസോഡ്സൊക്കെ നിങ്ങളെ കണ്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പോകുന്നത് ജോഗ് ഫാൾസിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ വാട്ടർഫാൾസിലൊന്നായ ജോഗ് ഫാൾസ്. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ പറഞ്ഞ് 88 കിലോമീറ്റർ 2.5 മണിക്കൂർ ജേണിയാണ്, കാട്ടിലേക്കൂടെയുള്ള യാത്രയാണ്. അങ്ങനെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പുതിയ യാത്ര ജോഗ് ഫാൾസിലേക്കുള്ള ഞങ്ങളുടെ പുതിയ യാത്ര ആരംഭിച്ചു. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ മഹാക്ഷേത്രത്തിലെ ഏറ്റവും തേജസ്വിയായ ഒരു പൂജാരിയായിരുന്നു എന്നുള്ളത് കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയായി. അദ്ദേഹത്തെയും കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ജോഗ് ഫാൾസിലേക്കുള്ള യാത്ര നഗരപാതയിലൂടെയല്ല, കാടും പച്ചപ്പും ഗ്രാമങ്ങളുടെ നിഷ്കളങ്കതയും നിറഞ്ഞ അസൽ നാട്ടുപാതകളിലൂടെയാണ്. ഇതാ നമ്മുടെ നാഗേന്ദ്രനൻ്റെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ കുടജാദ്രി പോയപ്പോഴേ കണ്ട അതേ വെള്ളച്ചാട്ടം. ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാൻ മിസ് ചെയ്യരുത്. അടിപൊളി യാത്രയാണ്. കുടജാദ്രി ട്രക്കിങ്ങും അവിടത്തേക്കുള്ള ജീപ്പ് യാത്രയ്ക്കായിട്ട് അടിപൊളി ഒരു യാത്രയാണത്. കൊല്ലൂരിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ 88-90 കിലോമീറ്ററാണ് ജോഗ് ഫാളിലേക്കുള്ള ദൂരം. കറാനി, ചുഴലി, കാട്ടിനക്കുരു, മുപ്പണ്ണെ വഴിയാണ് ജോഗ് ഫാൾസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പൂർണ്ണമായും നാട്ടുപാതകളിലൂടെയുള്ള യാത്രയാണ്. പക്ഷേ നല്ല റോഡാണ് നമുക്ക് ലഭിക്കുക ഇവിടെ. ഈ വഴിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മിക്ക സൈൻ ബോർഡുകളും കന്നഡയിലാണ്. അതുകൊണ്ട് തന്നെ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ച് പോവുക എന്നുള്ള ലൈനിൽ തന്നെ പോകേണ്ടി വരും. അത് കണ്ടില്ലേ, ബോർഡുകളൊക്കെ കന്നഡയിലാണ്. ഈ വഴിയിൽ ചില ഫ്രെയിമുകളുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് അറിയുന്ന ഒരാൾ പറയുന്ന വേർഡില്ലേ, ഫ്രെയിംസ്. ഇതാ ഈ കാണുന്നൊരു ഫ്രെയിം നോക്കിക്കോളൂ. ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. നോക്കിയേ, എന്തൊരു ഭംഗിയാണ്. ആകാശം, അതിൻ്റെ താഴെ പച്ചപ്പ്, അയാളുടെ കയ്യിൽ വിറക് കെട്ടുകൾ. എന്തൊരു ഭംഗിയാണ്. ഫോട്ടോഗ്രാഫി അറിയില്ലെങ്കിലും ഞങ്ങൾ ഈ ഫ്രെയിം നോക്കി കുറേ നേരം അവിടെ തന്നെ നിന്നു. ഇതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. നാടൻ കാഴ്ചകളാണ്. പക്ഷേ ആ നാടൻ കാഴ്ചകൾ കാണാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഈ റൂട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കംപ്ലീറ്റ് കന്നഡയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകാന്നല്ലാണ്ട് സൈൻ ബോർഡ് കംപ്ലീറ്റ് കിലോമീറ്ററിൻ്റെ ഒരു ഇത് മാത്രം കിട്ടും. അല്ലാണ്ട് ഇംഗ്ലീഷ് എവിടെയും പ്രതീക്ഷിക്കണ്ട. ഇംഗ്ലീഷ് ബോർഡൊന്നും ഇല്ലെങ്കിൽ എന്താ, ഈ കാണുന്ന പ്രകൃതി മാത്രം മതി നമ്മളെ മുന്നോട്ട് നയിക്കാൻ. അവിടുത്തെ വീടുകളുടെ കാഴ്ചകളും ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ ഞങ്ങളെ യാത്ര തുടർന്നു. നമ്മുടെ ഗ്രാമ കാഴ്ചകളുടെ ഫ്രെയിമിന് ഒന്നും കൂടെ ഭംഗി കൂട്ടി. അവിടെയുള്ള പഴയ ബസ് സ്റ്റോപ്പുകളുടെ കാഴ്ച ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നോക്കാമെന്ന് ഞങ്ങൾ കരുതി. പുഴയിലേക്ക് പോകുന്ന റോഡിലെ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് ബസ് സ്റ്റോപ്പിന്റെ. അതാ കണ്ട ബസ്സാണ്, അതാ കണ്ട. ഇത് സാഗര, സിഗന്തൂർ സാഗര. KSRTC എല്ലാവരും പ്രൈവറ്റ് എല്ലാവരും. ഇത് കേരളയിലെ ബസ് സ്റ്റോപ്പില്ല, ഇതെല്ലാം ഡിഫറെന്റ്. ശരി, ഓടൊക്കെ ഇട്ട് ശരിക്കും നല്ല കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് ഉള്ളിൽ. ശരിക്കും നല്ല തണുപ്പാണ് ഓടിട്ടോണ്ട്. ഉച്ചക്കൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ഉറക്കം. ഇത്തരം കാഴ്ചകളല്ലേ നമ്മൾ ഈ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം ചുഴലി എന്നുള്ള ചെറിയൊരു ടൗണിൽ നമ്മളെത്തി. ഹോട്ടലുകളൊന്നുമില്ല, പക്ഷേ അവിടെ കണ്ട ചെറിയൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. പുറത്ത് തന്നെ ആർക്ക് വേണമെങ്കിലും വന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് മാസ്കും കാര്യങ്ങളൊന്നുമില്ല. രാകേഷ് അവിടുത്തെ ചായനെ കുറിച്ച് വാചാലനാവുകയാണ്. കാരണം നല്ല ഭക്ഷണമാണ് നമുക്ക് കിട്ടിയത്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച്, ചായയും ഇഡ്ഡലി, മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപൂർവമായി മാത്രമാണ് വാഹനങ്ങൾ നമുക്കെതിരെ വരുന്നത്. അതേപോലെ തന്നെ വലിയ വീടുകൾ നമ്മൾ കാണുന്ന അപൂർവമായിട്ട് മാത്രമാണ്. ഒരു സാധാരണ ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. കുറച്ച് നേരം മുന്നോട്ട് പോയ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങളവിടെ പിടിച്ചു നിർത്തി. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുന്ന സമയത്ത് വലിയ പോസ്റ്ററുകൾ വെക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ സ്വിറ്റ്സർലാൻഡ് എന്നെഴുതിയ വലിയ പോസ്റ്ററുകളൊക്കെ 10 രൂപക്കും 15 രൂപക്കും 20 രൂപക്കൊക്കെ വിൽക്കുന്ന കാണാം.
അങ്ങനെയുള്ള പോസ്റ്ററുകൾ കാണുന്ന സ്വിറ്റ്സർലാൻഡിന് സമാനമായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ തൊട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. ശരിക്കും അവിടെ നിർത്താനുള്ള പ്ലാൻ ഇല്ലാഞ്ഞിട്ട് കൂടി അതിൻ്റെ ഭംഗി കണ്ട് ഒരുപാട് നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് കരുതി ഈ സ്ഥലത്ത് ഇറങ്ങിയ ഞങ്ങളെ ശരിക്കും പ്രകൃതി കീഴടക്കി എന്ന് തന്നെ പറയാം. ഇവിടെ നന്നായി ഇരുന്നൊന്ന് വിശ്രമിച്ച് പോയാൽ മതി എന്നുള്ള ആ പ്രകൃതിയുടെ ആജ്ഞക്ക് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കീഴടങ്ങി. ഇരുന്നും കിടന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നന്നായി വിശ്രമിച്ച് തന്നെയാണ് ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര തുടർന്നത്. അങ്ങനെ നമ്മളെ വഴിയിൽ കണ്ട സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡ് നേരെ വന്ന് വണ്ടിയിലേക്ക് പോവാണ്. എന്തൊരു ഭംഗിയാ കുന്നിനൊക്കെ, പറയാനില്ല. പൊളി അൽപൊളി. കന്നഡ ബോർഡുകൾ മാത്രമുള്ള റോഡിൽ വഴി തെറ്റിയെന്ന് പല പ്രാവശ്യമാണ് നമ്മൾ സംശയിച്ച് യാത്ര സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ആശ്വാസമായി അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയൊരു ബോർഡ് കിട്ടി. കഷ്ടപ്പെട്ട് പേര് വായിച്ചു. ഇപ്പോഴാണ് ഈ ഒരു റൂട്ടിൽ നമ്മൾ ഒരുപാട് ബൈക്കർമാരെ ശ്രദ്ധിച്ചത്. ധാരാളം ബൈക്കർമാർ പല രജിസ്ട്രേഷനിലെ ബൈക്കുകൾ പല ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ബൈക്കർമാരെ കണ്ട ആവേശത്തിൽ ഞങ്ങളും കുറച്ച് ദൂരം അവരുടെ പിറകെ തന്നെ വെച്ച് പിടിച്ചു. പക്ഷെ അവരുടെ സ്പീഡിന് മുന്നിൽ ഞങ്ങളൊന്നുമല്ലായിരുന്നു. അങ്ങനെ സാവധാനം റോഡിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടു തന്നെ ഞങ്ങൾ മെല്ലെ യാത്ര തുടർന്നു. പക്ഷേ ഈ റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തകർത്തിട്ടാണ് മുന്നോട്ട് പോയത്. ഒരു വണ്ടി പോലും ഇല്ല, ഇങ്ങനെ നടക്കുക റോഡിലേക്ക് കൂടെ. എപ്പോഴെങ്കിലും ഒരു വണ്ടി പോകുന്നത്. ഒരു ഭംഗിയാ റോഡ് നോക്കി. കർണാടക പ്ലേസ് തുംകൂർ. ഇത് കർണാടക തുംകൂറിലെ ബൈക്കേഴ്സാണ്. അവർ 3 ബൈക്കാണ്. ഒടുവിൽ നമ്മുടെ ബൈക്കർമാരെ നമ്മൾ കണ്ടെത്തി കേട്ടോ. അവരൊന്ന് ജസ്റ്റ് പരിചയപ്പെടാനൊക്കെ കരുതി അവരുടെ അടുത്തേക്ക് പോയപ്പോഴാണ് ഒരു സംഗതി ഞങ്ങൾ മനസ്സിലാക്കിയത്. അവർ നിർത്തിയിരിക്കുന്ന സ്ഥലം, ഈ ബൈക്ക് നിർത്തിയിരിക്കുന്ന സ്ഥലം ഒരു കിടി. ഫോറസ്റ്റിലെ ഓഫീസറാണ് പറഞ്ഞ് ഈ റൂട്ടിലേക്ക് കൂടെ പോയിക്കോന്ന്. ശരിക്കും ഇതിലേക്ക് കൂടെ വന്നിട്ടില്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ്. നിങ്ങൾ കാണുന്നില്ല ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി. ജീവിതത്തിൽ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. എന്നാലും അത് മിസ്സാവാതെ കിട്ടിയത് വലിയൊരു ഭാഗ്യം. ദൂരൊരു വഴിയുണ്ട്. അത് വഴി ഇതാരും ഒരു വഴി അത് റെഡ് കളറിൽ ഇങ്ങനെ പോവാം മുകളിലേക്ക്.
അങ്ങനെ ബൈക്കേഴ്സിനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നീങ്ങി ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊരു മനോഹര കാഴ്ചയായിരുന്നു. ശരിക്കും അതിൻ്റെ കളർ നല്ല ഗ്രീൻ കളറിലെ വാട്ടർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പച്ചപ്പ്, ആ ഒരു കാഴ്ച കണ്ട് നമ്മളിവിടെ നിർത്തിയാണ്. നിങ്ങളും കൂടെ ആ കാഴ്ചകളൊന്ന് കാണുക. നല്ല ഭംഗിയുണ്ട് അല്ലേ? അടിപൊളി ഗ്രീൻ കളർ വാട്ടർ. ഒരു യാത്രയിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടാവുക, അല്ല, ഇടയ്ക്കിടെ നെഗറ്റീവായ അനുഭവങ്ങളും കൂടി ഉണ്ടാവും. അതിന് പോസിറ്റീവായി എടുക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. ഈ യാത്രയിൽ അല്പം കൂടി മുന്നോട്ട് പോയ സമയത്ത് വളരെ ദൂരത്തിലൊരു ഡാമിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. നോക്കിയ സമയത്ത് ഡാമിൻ്റെ അടുത്തേക്ക് റോഡ് കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഡാമിൻ്റെ തൊട്ടടുത്തേക്ക് പോയി നോക്കാം. പെർമിഷനെ പറ്റി ഒന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഡാർക്ക് സീൻ അവിടെ ഉണ്ടായത്. ഇതാ ഈ വണ്ടിയുടെ തൊട്ട് പിറകെ ഞങ്ങൾ ഡാമിൻ്റെ തൊട്ടടുത്തേക്ക് എത്തി. കുറേ പോലീസുകാർ ഓടി വന്ന് ഞങ്ങളോട് പെട്ടെന്ന് വണ്ടിയെടുത്ത് വിട്ടോളാൻ വേണ്ടി പറഞ്ഞു. അടി കിട്ടാത്തത് ഭാഗ്യം എന്ന് പറയാം. ഈ ഡാർക്ക് സീനൊന്നും കാര്യമാക്കാതെ കൃത്യം 7 കിലോമീറ്റർ ദൂരെയുള്ള ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനായ ജോഗ് ഫാൾസിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. അടിപൊളി കാഴ്ചകളാണ് ജോഗ് ഫാൾസ് ഞങ്ങൾക്ക് സമ്മാനിച്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ജോഗ് ഫാൾസിൻ്റെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.